ഇത് ചാണകമൊന്നും അല്ലാണ്ട് തലയിൽ തേച്ചിരിക്കുന്നത് എണ്ണയാണ്. പിന്നെ കുറച്ച് റൂം ക്ലീനൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് ഡേ ആയിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നതാണല്ലോ എൻ്റെ പണി. തുണിയൊക്കെ ഇങ്ങനെ പടപ്പടയെന്നും പറഞ്ഞ് മടക്കി വെച്ചു. പിന്നെ ഹെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെയർ കളർ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഏറ്റവും നല്ലതായിട്ടുള്ളത് എണ്ണയാണ്. നാച്ചുറലായിട്ടുള്ള അലോവേര, ബനാന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലയിൽ യൂസ് ചെയ്യുക. നോർമലായിട്ട് എണ്ണ തേക്കുക. ബ്യൂട്ടീഷ്യനായിട്ടുള്ള ആൾ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും നമ്മൾ ഹെയർ ഇല്ലാതാക്കി കളയരുത്. ഹെയർ കളർക്ക് ചെയ്തിട്ട് എത്രയൊക്കെ ബ്യൂട്ടീഷ്യൻ ആണെങ്കിലും പറയേണ്ടത് നമ്മൾ സത്യസന്ധമായിട്ട് പറയണമല്ലോ. പിന്നെ എൻ്റെ റൂമൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം പ്രെയറൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമല്ല ഓഫ് ഡേ ഇങ്ങനെ എല്ലാം ചെയ്യുന്നത്. എന്നാലും ഇഷ്ടപ്പെട്ട ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യും. പിന്നെ ഒരു രസമല്ലേ റൂമൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ആളുകൾ പറയത്തില്ലേ വൃത്തിയും എടുപ്പൊന്നും ഇല്ലെന്ന്. ഇപ്പം നിങ്ങളിങ്ങനെ വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെന്താണെന്ന് നമുക്കറിയാലോ. പിന്നെ ഞാൻ കുറച്ച് ബെഡിൽ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. പിന്നെ കുറച്ച് തുണി തയ്ച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ JBLൻ്റെ ഒരു ഹോം തിയേറ്റർ കാണുന്നില്ലേ, അതെനിക്ക് ഒരാൾ തന്നതാണ് കേട്ടോ. എനിക്ക് കിട്ടിയ ഒരു സാധനമാണ്. പക്ഷെ നല്ലൊരു പാട്ടൊക്കെ പറ്റിയൊരു സാധനം കേട്ടോ. പിന്നെ റൂമൊക്കെ ഒന്ന് വെടിപ്പാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് പ്രെയറൊക്കെ പഠിച്ചിട്ട്